നല്ല എട്ടിൻ്റെ പണി കിട്ടിയിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ വിശേഷം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഫ്രോക്കാണ് തൊട്ട് മുന്നേ ഞാൻ വലിച്ചു കീറുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായത്. ഈ ഫ്രോക്കിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി നാളത്തിനൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ കസ്റ്റമർ റെഫറൻസ് അനുസരിച്ച് അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു 60-70% വരെ ഏകദേശം എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന്. കസ്റ്റമർ എന്നെ വിശ്വസിച്ച് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടു തരുമായിരുന്നു. ഈ ഒരു ഫ്രോക്കിൻ്റെ ഭംഗി ഇതുപോലെയാണെങ്കിലും കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റിൻ ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ വാക്കാണ്, ഡ്രസ്സൊക്കെ അടിപൊളി തന്നെ, പക്ഷെ താഴെ ഭാഗത്ത് പ്ലെയിൻ നെറ്റ് ക്ലോത്താണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുണ്ടോ പൂരം, ആകെ കിളിപോയ ഒരവസ്ഥയായിരുന്നു എൻ്റെത്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത് ബോഡിയും സ്ലീവും മാത്രമാണ് സാറ്റിൻ ക്ലോത്ത് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഓൾറെഡി ആ ഫോട്ടോത്തിൽ സാറ്റിൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരാൻ ഒരു കാരണമായത്. കസ്റ്റമർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് ഓർഡർ തന്നുകൊണ്ട് തന്നെ അവരെ സങ്കടത്തോടെ മടക്കി അയക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോത്തിലില്ല പോലെ താഴെ നെറ്റ് ക്ലോത്ത് ആഡ് ചെയ്തിട്ട് ഞാനത് ചേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി എന്നാണ്. അങ്ങനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഫ്രോക്കിൻ്റെ ലുക്ക് നമുക്ക് കണ്ടോക്കിയാലോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയാണ് ഈ ഫ്രോക്ക് നേരിൽ കാണാൻ വേണ്ടി. ഫ്രോക്കിന്റെ ബാക്കിലായിട്ട് ഒരു ബാക്ക് ടെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ബേബിയുടെ പേരൊക്കെ കൊടുത്തിട്ട്. ഈ ഒരു കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് വേറെ 2 ഡ്രസ്സ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മോം ആൻഡ് ബേബി കോംബോ ആയിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹേർട്ട് കമൻറ്റ് ചെയ്യണേ.